ഹായ്, തേർഡ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ തേർഡ് പ്രോബ്ലത്തിൽ ഒരു സിമ്പിളായിട്ട് പോയിൻ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോർട്ടൽ ഫ്രെയിമാണ്. പോർട്ടൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതിൽ ബീം മാത്രമല്ല കോളും ഉണ്ട്. ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ കാരണം ഇതുവരെ നമ്മൾ ബീമിലെ പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ആക്സൽ ഫോഴ്സ് ഡയഗ്രാം എപ്പോഴും 0 ആയിട്ടല്ല കിട്ടുക. ഒരു പോർട്ടൽ ഫ്രെയിം ചെയ്യുമ്പോൾ ഇതിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ ആക്സൽ ഫോഴ്സ് ഡയഗ്രാം കറക്റ്റ് വരയ്ക്കാൻ നമുക്ക് കഴിയും. സോ എങ്ങനെയാണ് ഒരു ആക്സൽ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക നോക്കാം. അപ്പോൾ ആക്സൽ ഫോഴ്സ് ഡയഗ്രാം ആക്സൽ ഫോഴ്സ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം. ഇതെല്ലാം വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണം. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഇവിടെ ഒരു 50 kN ഉണ്ട്. ഇത് 3 മീറ്ററാണ്, 5 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫിക്സ്ഡ് എൻഡാണ്. ഫിക്സ്ഡ് എൻഡിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻക്ക് ആരെ വെർട്ടിക്കൽ ഉണ്ടാവും, ആരെ ഹൊറിസോണ്ടൽ ഉണ്ടാവും, ആൻഡ് ഓൾസോ എ മൊമെൻ്റ് ഉണ്ടാവും. മൊമെൻ്റ് അറ്റ് എ ഉണ്ടാവും. നമ്മൾ ഈ അൺനോൺസ് ഒക്കെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മൾക്കറിയാം ഇക്വേഷൻ. ഫസ്റ്റ് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0. ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ആരെ എച്ച് മാത്രമേ ഉള്ളൂ, സോ ഇസ് ഈക്വൽ ടു 0. The next equation is sigma v is equal to 0. Vertical forces എന്ന് പറയുന്നത് upward direction ഒരു RAV, downward direction ഒരു 50 which is equal to 0. So we can write RAV is equal to 50. This is equation 1, this is equation 2. We get the answer. And also the moment is equal to 0. Sum of moment at any point. ഞാൻ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള moment equal to 0 എടുത്തു. So we can write മൊമെൻ്റ് ഉണ്ടാക്കാനുള്ള ബോഡി എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 50 kN ഫോഴ്സ് കാരണമാണ് മൊമെൻ്റ് ഉണ്ടാവുന്നത്. ഈ മൊമെൻ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ എ എന്ന് പറഞ്ഞ പോയിൻ്റാണ്. സോ 50 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കുക. ഈ 50 എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. ഈ 50 എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 3 മീറ്ററാണ്. Perpendicular distance. Okay, so the force we can write force is equal to 50 into 3. And also there is ഈ ഫോഴ്സസ് ഒന്നും കാരണം ഈ പോയിന്റ് എയിൽ മൊമെൻ്റ് ഉണ്ടാവില്ല. ബട്ട് ദർ ഈസ് ഓൾസോ എ ഫോഴ്സ് മൈനസ് MA. നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഒന്നും ചെയ്യേണ്ട, ആ പോയിന്റിലുണ്ടാവുന്ന മൊമെൻ്റാണത്. അത് അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. മൈനസ് MA is equal to 0. So we can write MA is equal to 50 into 3, 150. So this is the equation number 3. 3 വാല്യൂസും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ആക്സൽ ഫോഴ്സ് ഡയഗ്രാം ഒക്കെ വരക്കാം. ഫസ്റ്റ് ഞാനിവിടെ റെഫറൻസ് ഫിഗർ വരക്കുകയാണ്. നമ്മളുടെ ഫിഗർ that is ഇവിടെ 50, this is 0, RH, RAV is equal to RAV is equal to 50, and there is a moment anti-clockwise direction 150. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സൽ ഫോഴ്സ് ഡയഗ്രാമാണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത്. ആക്സൽ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ബീം അല്ലെങ്കിൽ കോളത്തിൻ്റെ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫോഴ്സ് നോക്കുക, RH എന്ന് പറയുന്നത് ഈ കോളത്തിൻ്റെ ആക്സിസ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ RA വെർട്ടിക്കലാണ്, 50 ആണ്. സോ 50 ഈ AB എന്ന് പറഞ്ഞ ആക്സിസ് കൂടെ, AB എന്ന് പറഞ്ഞ കോളത്തിൻ്റെ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ആക്സൽ ഫോഴ്സ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. എയിൽ A to B എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ആക്സിയൽ ഫോഴ്സ് ഉണ്ടായി. ഫോർ ദ നിങ്ങളെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഫോർ ദ കാൽക്കുലേഷൻ പർപ്പസ് കംപ്രസീവ് ഫോഴ്സ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ഇൻ ആക്സൽ ഫോഴ്സ് ഡയഗ്രത്തിൽ. ഈ ഒരു BC എന്ന് പറഞ്ഞ സെക്ഷനിൽ ആക്സൽ ഫോഴ്സ് ഡയഗ്രമില്ല, അവിടുത്തെ വാല്യൂ 0 ആണ്. കാരണം ഈ 50 എന്ന് പറയുന്നത് ഈ ബീമിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്, ആക്സിസ് കൂടെ ഫോഴ്സ് പാസ് ചെയ്യണില്ല. സോ BC എന്ന് പറഞ്ഞ സെക്ഷനിൽ
ഈ ബി സി എന്ന് പറഞ്ഞ സെക്ഷനിൽ 0 ആണ്. എ ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. കംപ്രഷൻ ഫോർ ദ കാൽക്കുലേഷൻ പർപ്പസ് കംപ്രസീവ് ഫോഴ്സ് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. കംപ്രസീവ് ഫോഴ്സ് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. So we draw the axial force diagram here. Next is shear force diagram, bending moment diagram. So we draw a portal frame here. We need to draw the shear force diagram. Shear force diagram എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്, ഫോഴ്സസിൻ്റെ ആണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഈ എ ബി എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു. എ ബി എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള ആർ എ വി നമുക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ ആക്സിസ് വിച്ച് ഈസ് ഓൾറെഡി ഡ്രോൺ. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർ എ എച്ച് ആണ്. ആർ എച്ചിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇൻ ദ സെക്ഷൻ ഓഫ് എ ബി ദ വാല്യൂ ഈസ് 0 ബിക്കോസ് ദർ ഈസ് നോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്, ഷിയർ ഫോഴ്സ് ഓർ ഷിയറിംഗ് ഫോഴ്സ്. ദെൻ ദ ബി സി സെക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഒരു 50 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട്. 50 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. സോ വി ഡ്രോ എ 50 in the BC. There is a 50. Newton force. This is the shear force diagram. This is the axial force diagram, shear force diagram. Next we need to draw the bending moment diagram. We draw the portal frame first. Next we need to draw the bending moment. Bending momentil മൊമെൻറ്റ് ഫോഴ്സസ് കാരണമുള്ള മൊമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ. സോ ഫോഴ്സസ് എന്ന് പറയുന്നത് ഈ ആർ എ വി എന്ന് പറയുന്നത് ആക്സിസ് കൂടെ പാസ് ചെയ്യുന്ന കാരണം ഇതുകൊണ്ടൊരു മൊമെൻറ്റും ഉണ്ടാവില്ല. പിന്നെ ആർ എ എച്ചിൻ്റെ വാല്യൂ 0 ആയത് കാരണം അവിടെയും മൊമെൻ്റ് ഇല്ല. ബട്ട് ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഒരു -150 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൊമെൻറ്റ് ഓൾറെഡി എ ബി എന്ന് പറഞ്ഞ സെക്ഷനിലുണ്ട്. സോ വി നീഡ് ടു ഡ്രോ എ ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ. അത് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് അല്ല, മൊമെൻറ്റ് ഓൾറെഡി ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള മൊമെൻ്റാണ്. സോ ദർ ഈസ് എ മൊമെൻറ്റ് 150 with a value of 150 in the section AB. Next we need to consider this BC section. BC sectionൽ BC എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു 50 നോഡ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ 50 × 3 ചെയ്യുമ്പോൾ 150 കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. എക്സ് എന്ന് പറഞ്ഞ 1 എന്ന് പറഞ്ഞ സെക്ഷൻ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് 50x ആസ് മൊമെൻറ്റ്. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ സെക്ഷൻ ഈസ് അറ്റ് സി, മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. വെൻ എക്സിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 3, സെക്ഷൻ വിൽ ബി അറ്റ് ബി ആൻഡ് എം ഈസ് ഈക്വൽ ടു 50 × 3, ദാറ്റ് ഈസ് 150. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. എക്സിൻ്റെ വാല്യൂ 0 ആണ് എന്ന് പറയുന്നത് സെക്ഷൻ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലാണ്. എക്സിൻ്റെ വാല്യൂ, അതായത് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത് ബിയിലാണെന്നുണ്ടെങ്കിൽ വാല്യൂ, അപ്പോൾ വാല്യൂ വേരി ചെയ്യുന്നത് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. സോറി, സി എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ 150. Okay, hope you all understand. Thank you.